ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും മറ്റൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് മോർണിംഗ് വാക്കിന്റെ സമയമാണ്. മോർണിംഗ് വാക്കിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഫെബ്രുവരി 23 ഞായറാഴ്ചയാണ്. ഇന്ന് കുംഭം 11 അന്ന് 1905 ഫെബ്രുവരി 23 അങ്ങ് അമേരിക്കയിലെ ഇല്ലിനോയിലെ ഷിക്കാഗോയിൽ റോട്ടറി ക്ലബ്ബ് സ്ഥാപിച്ച ദിവസം കൂടിയാണ്. പൗൾ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി പല പ്രൊഫഷണലുകൾക്കും ഒന്നിച്ചു വന്നിരിക്കാനും ആശയങ്ങൾ കൈമാറാനും ദീർഘകാല സൗഹൃദങ്ങൾ രൂപീകരിക്കാനും വേണ്ടി തുടങ്ങിയ ആ റോട്ടറി ക്ലബ്ബ് പിന്നീട് ജനസേവനം ലക്ഷ്യമാക്കി നിരവധി നടപടികൾ നടത്തുന്ന ഒരു പ്രസ്ഥാനമായി മാറുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഒരുപാട് അത്തരത്തിലുള്ള റോട്ടറി ക്ലബിന്റെ ബ്രാഞ്ചുകൾ നമുക്ക് അറിയാം. അങ്ങനെ അതിൽ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ശ്ലാഘനീയമാണ്. അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ആലസ്യം ഉണ്ടോ എല്ലാവർക്കും? ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം മോർണിംഗ് വാക്കിനെ മാറ്റി നിർത്തുന്ന ആൾക്കാരല്ല നമ്മുടെ പ്രേക്ഷകർ അറിയാം. അപ്പോൾ നിങ്ങൾ റെഡിയാണ് ഇന്നത്തെ മോർണിംഗ് വാക്കിന്റെ വിശേഷങ്ങൾ കേൾക്കാൻ, ഒപ്പം പുറത്തേക്ക് ഇറങ്ങാൻ, അതായത് മോർണിംഗ് വാക്കിനായി അല്ലെങ്കിൽ ജോഗിങ്ങിനായി തയ്യാറെടുത്ത് നിൽക്കുന്ന എല്ലാ ആൾക്കാരെയും ഒരു സ്പെഷ്യലായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നടന്നുകൊണ്ട് ഓടിക്കൊണ്ട് വിശേഷങ്ങൾ പറഞ്ഞ് വാർത്തകൾ അറിഞ്ഞു പോകാം. വാർത്തകൾ, കാഴ്ചകൾ, വിശേഷങ്ങൾ, പാട്ട്, വർത്തമാനം എല്ലാം ഉണ്ട്. ഫുൾ പാക്ഡ് ആണ് അല്ലേ? അപ്പൊ ഇന്ന് മോർണിംഗ് വാക്കിനായി എത്തിയിട്ടുള്ളത് നമ്മൾ കോലഞ്ചേരിയാണ്. കോലഞ്ചേരി ടൗണിൽ നിന്നും കുറച്ച് മാറി ഏതാണ്ട് 2.5 കിലോമീറ്റർ മാറുമ്പോൾ ഇന്ദ്രാഞ്ചിറ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് ഈ ഇന്ദ്രാഞ്ചിറ എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് പറയുക, ഇവിടുത്തെ സാധ്യതകൾ പൂർണ്ണമായി അധികാരികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നത് ഒരു സംശയമാണ്. പണ്ട് ഒരുപാട് ഈ ജലകളികളും അതുപോലെ ഈ വള്ളംകളി മത്സരങ്ങളൊക്കെ നടന്നൊരു പ്രദേശമാണ്. വലിയ വിസ്തൃതിയിലുള്ളൊരു ചിറയാണിത്. പക്ഷേ ഇപ്പോൾ ആ രീതിയിലുള്ളൊരു ആളനൊക്കെ ഇവിടെ കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുറച്ചുകൂടി സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വെളിച്ചമൊക്കെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു മനോഹാരിത അല്ലെങ്കിൽ അതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഇന്ദ്രാഞ്ചിറയുടെ വികസന സാധ്യതകൾ പൂർണ്ണമായി ഉപയോഗിക്കണം എന്ന ആ ഒരു വിഷയം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു സൂപ്പർ പ്രഭാതം എല്ലാ പ്രേക്ഷകർക്കും ആശംസിക്കുന്നു. വാർത്തകളുണ്ട്. പ്രധാന തലക്കെട്ടുകളിലേക്ക് പോകണം. ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള 2ാം ഘട്ട കരട് പട്ടിക തയ്യാറായി. നോ സോൺ പ്രദേശത്തെ കരട് പട്ടികയിൽ 81 കുടുംബങ്ങൾ. 10 ദിവസത്തിനകം ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ അവസരം. പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാക്കി ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി. ഇന്ന് കുടിൽ കെട്ടി സമരം. നാളെ കലക്ടറേറ്റിന് മുന്നിൽ ദുരന്തബാധിതരുടെ ജനകീയ സമിതിയുടെ ഉപവാസ സമരം. താമരശ്ശേരി ചുരത്തിൽ കൊക്കയിലേക്ക് വീണ യുവാവിന് ദാരുണാന്ത്യം. അപകടം. മൂത്രമൊഴിക്കാനായി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മരിച്ചത് കോഴിക്കോട് വളയം സ്വദേശി അമൽ. കൊച്ചിയിലെ ആഗോള നിക്ഷേപക സംഗമത്തിലെ വാഗ്ദാനങ്ങൾ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ. പദ്ധതികളുടെ പുരോഗതി മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തും. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനും സംവിധാനമൊരുക്കും. 2 ദിവസത്തെ നിക്ഷേപക സംഗമത്തിൽ ലഭിച്ചത് 1.5 ലക്ഷം കോടിയിലേറെ രൂപയുടെ നിക്ഷേപം. കൊല്ലം കൊട്ടിയത്ത് വാടക കൊടുക്കാത്തതിന് കുട്ടികളെ വീടിനുള്ളിൽ പൂട്ടിയിട്ട സംഭവത്തിൽ കുടുംബത്തിന് 24ന്റെ കരുതൽ. വാടക കുടിശ്ശിക 24 നൽകുമെന്ന് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. വീട്ടിലേക്കുള്ള വൈദ്യുതിയും വെള്ളവും ഉടമ വിച്ഛേദിച്ചത് വാടക 4 മാസം മുടങ്ങിയതോടെ. സംഭവത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ പോലീസ്. 24 ഇംപാക്ട്. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിനു കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ച സംഭവത്തിൽ പിടിയിലായ പ്രതികളെ ഇന്ന് റെയിൽവേ പോലീസിന് കൈമാറിയേക്കും. മദ്യലഹരിയിൽ ചെയ്തതെന്ന മൊഴി പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരം 14ാം ദിവസത്തിലേക്ക്. സമരത്തിന് ഐക്യദാർഢ്യവുമായി കൂടുതൽ പ്രതിപക്ഷ സംഘടനകൾ സമരവേദിയിലേക്ക്. ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് തയ്യാറാകാത്ത സർക്കാർ. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ലെന്ന് സമരസമിതി. തെലങ്കാനയിലെ നാഗർ കുർണൂരിൽ ടണൽ ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനം തുടരുന്നു. 2 എഞ്ചിനീയർമാരുൾപ്പെടെ 8 പേരാണ് കുടുങ്ങിയതെന്ന നിർമ്മാണ കമ്പനി. ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ രക്ഷാദൌത്യം. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടം. മത്സരം ഉച്ചതിരിഞ്ഞ് 2:30 ദുബായിൽ. ജയിച്ചാൽ ഇന്ത്യക്ക് സെമിഫൈനൽ ഏറെക്കുറെ ഉറപ്പിക്കാം.
യെസ്, അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ ഈ മണിക്കൂറിൽ. അപ്പൊ നമുക്ക് മോർണിംഗ് വാക്ക് തുടങ്ങല്ലേ, നടന്നു തുടങ്ങാം. അപ്പൊ ഇന്ദ്രാഞ്ചിറയുടെ ഓരത്തുള്ള ഈ ഒരു എന്താണ് പറയാ, ഈ ഒരു വാക്ക് വേയിലാണ് നമ്മുടെ മോർണിംഗ് വാക്ക് തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് പിറകിൽ ഈ ഇന്ദ്രാഞ്ചിറ പാർക്കുണ്ട്, ഇവിടെ ഒരു പാർക്ക് അനുബന്ധമായിട്ടുണ്ട്. അതിനകത്ത് സൗകര്യങ്ങളൊക്കെ ഉണ്ട്, കുട്ടികൾക്കുള്ള ചെറിയ കളിസ്ഥലമൊക്കെ ഉണ്ട്, ആൾക്കാർക്ക് വന്നിരിക്കാനുള്ള ബെഞ്ചുകൾ. പക്ഷെ അതൊക്കെ എന്താണ് പറയുക, ആദ്യം ഉണ്ടായ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് എന്ന ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അതിൽ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന് വെളിച്ചമൊക്കെ വരട്ടെ. വിളക്ക് കണ്ടോ, ഈ വിളക്കുകൾ ഇങ്ങനെ ഈ ഒരു ജലാശയത്തിന് ചുറ്റുമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ പലതരത്തിലുള്ള നിർമ്മിതികളും നമുക്ക് കാണാം. പക്ഷെ നമുക്കാണെങ്കിലും ഇത് വൃത്തിയായി ഒന്ന് കാണണമെങ്കിൽ നേരം അങ്ങനെ പരപരാ വെളുത്തു വരണം. നമ്മുടെ പ്രേക്ഷകർക്ക് ഞായറാഴ്ചയാണ് എന്നൊന്നും ആലസ്യമില്ലാതെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. അപ്പോ എല്ലാവർക്കും വെരി 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 ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി സൂപ്പർ സൺഡേ എന്ന് പറയാം. ഇന്ന് നമ്മുടെ ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ മത്സരം ഉച്ചയ്ക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കാത്തിരിപ്പ് നടത്തുന്ന ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ പോര് നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു സ്പെഷ്യൽ മത്സരമാണല്ലോ എപ്പോ നടന്നത്, ഇന്ത്യ പാകിസ്ഥാൻ. അതുകൊണ്ട് ആ മത്സരം കാണാനുള്ള ഒരു ആവേശത്തിൽ കൂടിയാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും മറ്റ് എൻഗേജ്മെന്റ്സ് ഒക്കെ ഒഴിവാക്കി ഇന്ന് ടിവിക്ക് മുന്നിലായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും വാർത്തകളിലേക്ക് മെല്ലെ വരാമെന്ന് തോന്നുന്നു. ഒരു അപകട വാർത്ത അല്ലെ വരുന്നുണ്ട്. അത് കോഴിക്കോട് നിന്നാണ് വരുന്നത്. താമരശ്ശേരി ചുരത്തിൽ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. ആ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. അതെ, അപ്പോൾ താമരശ്ശേരി ചുരത്തിൽ കൊക്കയിലേക്ക് വീണ് യുവാവ് മരിച്ചു. യാത്രക്കിടയിൽ മൂത്രമൊഴിക്കാൻ പുറത്തിറങ്ങിയതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളയം സ്വദേശിയായ അമലാണ് മരിച്ചത്. അഭിജിത്ത് മുഴക്കുന്നാണ് അതിന്റെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും തത്സമയം ചെയ്യുന്നത്. അഭി, ഈ ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ഈ മൂത്രമൊഴിക്കാൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കൊക്കയിലേക്ക് കാൽവഴുതി വീണു എന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സംഭവിച്ചതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഈ യാത്രയിൽ ഒറ്റയ്ക്കായിരുന്നു അമൽ, ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? എന്താണ് മറ്റു വിശദാംശങ്ങൾ? പ്രജിൻ, പുലർച്ചെ ഒരു 2 മണിയോടടുപ്പിച്ചാണ് ഈ അപകടം ഉണ്ടായത്. ഇദ്ദേഹം, ഈ അമൽ ഉൾപ്പെടെയുള്ള 13 പേർ വയനാട്ടിലേക്ക് വിനോദയാത്ര പോവുകയായിരുന്നു. വടകര വളയം സ്വദേശിയാണ് അമൽ. അതിനിടയിൽ ഈ താമരശ്ശേരി ചുരം കയറുന്നതിനിടെ 9ാം വളവിൽ വെച്ച് മൂത്രമൊഴിക്കാനായി വാഹനം നിർത്തുകയായിരുന്നു. ഈ ട്രാവലർ സൈഡിൽ ചേർത്ത് നിർത്തി. തുടർന്ന് അമൽ പുറത്തേക്കിറങ്ങി. അതിനിടയിലാണ് അബദ്ധത്തിൽ അമൽ ഈ കൊക്കയിലേക്ക് വീഴുന്നത്. പിന്നാലെ ഈ ഒപ്പമുണ്ടായിരുന്നവർ ഈ വിവരം കാണുകയും തുടർന്ന് അവർ ഒരു രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു. തുടർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. അങ്ങനെ കൽപ്പറ്റയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് അമലിനെ പുറത്തെടുക്കുന്നത്. അപ്പോഴേക്കും അമലിന്റെ മരണം സംഭവിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രജൻ, ഏതായാലും ഏറെ ദാരുണമായ സംഭവം. വിനോദയാത്രയ്ക്ക് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായതും അമൽ എന്ന ചെറുപ്പക്കാരന് ജീവൻ നഷ്ടമാവുകയും ചെയ്തത്. നിലവിൽ അമലിന്റെ മൃതദേഹം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രജിത്ത്. യെസ്, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. ദാരുണമായ അപകടം തന്നെയാണ് ഉണ്ടായത് എന്ന് ഇപ്പോൾ അഭി വ്യക്തമാക്കുന്നുണ്ട് അല്ലെ. അത് തന്നെ ഒരു അപകട വാർത്ത, അതൊരു മരണ വാർത്തയിൽ തുടങ്ങേണ്ടി വന്നു നമുക്കിന്ന്. പക്ഷെ നോക്ക്, ആ വാർത്തയുടെ ഒരു ആഴം എത്രമാത്രം ഉണ്ടെന്നുള്ളത് അല്ലെ. ഒരു എന്താണ് പറയുക, രാത്രിയിൽ മൂത്രമൊഴിക്കാൻ തോന്നി, ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരെ കാലെടുത്ത് വെക്കുന്നത് കൊക്കയിലേക്കാണ്. വിനോദയാത്രയ്ക്ക് പോയതാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ ഓരോ സമയത്തും ജാഗ്രത വേണതിന്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. യെസ്, 24 ബിഗ് ബ്രേക്കിംഗ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള 2ാം ഘട്ട കരട് പട്ടിക തയ്യാറായി എന്നാണ് ആ ബ്രേക്കിംഗ് വാർത്ത. നോ സോൺ പ്രദേശത്തെ കരട് പട്ടികയിൽ 81 കുടുംബങ്ങൾ ഉണ്ട്. 10 ദിവസത്തിനകം ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കാം. അതിനിടെ പുനരധിവാസം വൈകുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി അവിടെ സമരവും ഉയരുന്നുണ്ട് അല്ലെ. അതെ, ഇന്ന് സുർജിത ഇപ്പത്താണ് വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത്. സുർജിത, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ അവിടെ വീണ്ടും ഒരു സമരത്തിനും പ്രതിഷേധത്തിനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. കുടിൽ കെട്ടിയുള്ള പ്രതിഷേധത്തിനാണ് ഈ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി തയ്യാറാകുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ക്രിസ്റ്റീന, പ്രജിൻ, അത്യധികം ഗൗരവമുള്ള ഒരു വാർത്തയാണ് നമ്മൾ പുറത്തുവിടുന്നത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ നോ ഗോ സോൺ പ്രദേശത്തെ കരട് പട്ടിക തയ്യാറായിരിക്കുന്നു. 81 കുടുംബങ്ങളാണ് ഈ കരട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 10ാം വാർഡിൽ ഉൾപ്പെട്ടത് 42 കുടുംബങ്ങൾ, 11ാം വാർഡിൽ 29 കുടുംബങ്ങൾ, 12ാം വാർഡിൽ 10 കുടുംബങ്ങൾ. ഇങ്ങനെയാണ് ഈ കരട് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ഇത് 10 ദിവസത്തിനകം ഇവർക്ക് ആക്ഷേപങ്ങൾ ഉന്നയിക്കാം. അത് ഉന്നയിക്കാനുള്ള അവസരമുണ്ട്. ഇതിനുശേഷം മാർച്ച് 7 വരെയാണ് ഇതിനുള്ള തീയതി നൽകിയിരിക്കുന്നത്. വൈത്തിരി താലൂക്ക് ഓഫീസിലും
വെള്ളരിമല വില്ലേജ് ഓഫീസിലും മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും ഇതിനുവേണ്ടി പ്രത്യേകം ഹെൽപ്പ് ഡെസ്കുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. സബ് കളക്ടർക്കാണ് ഈ ആക്ഷേപങ്ങളുടെ മുകളിൽ പരിശോധന നടത്താനുള്ള ചുമതല. ഇതിനുശേഷം അദ്ദേഹം നേരിട്ട് സ്ഥലം സന്ദർശിച്ച് അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകും എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ളത്. ആദ്യഘട്ട പട്ടിക നേരത്തെ സർക്കാർ പുറത്തുവിട്ടിരുന്നു. ആദ്യഘട്ട പട്ടിക 242 കുടുംബങ്ങളുടെ ആദ്യഘട്ട പട്ടിക. ആ പട്ടികയ്ക്ക് ശേഷം ഇപ്പോൾ നോ ഗോ സോൺ മേഖല എന്ന് പറയുന്നത് ജോൺ മത്തായി കമ്മീഷൻ നിർദ്ദേശിച്ച പ്രദേശമാണ്. അതായത് ഈ വീടുകൾ നാശമായിട്ടില്ലെങ്കിലും ആ മേഖലയിലേക്ക് കടക്കാൻ കഴിയാത്ത പല മേഖലകളിലും മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ട്. ആ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ച് ആ കുടുംബങ്ങളെയാണ് ഇപ്പോൾ ഈ നോ ഗോ സോൺ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് ഈ 81 പേരുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. 3 വാർഡിലും ചേർന്നാണ് ഈ 81 പേരുടെ കുടുംബങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുള്ള അവസരവും നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അത് ആക്ഷേപമായി ഉന്നയിക്കാം. അങ്ങനെയെങ്കിൽ സർക്കാർ തലത്തിലൊരു പരിശോധന നടത്തും. ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അന്തിമ ലിസ്റ്റ് പ്രഖ്യാപിക്കുകയുള്ളൂ എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി ഒരു പട്ടിക കൂടി പുറത്തു വരാനുണ്ട്. ആ പട്ടിക എന്ന് പറയുന്നത് ഈ ആദ്യഘട്ട പട്ടിക വന്ന സമയത്ത് തന്നെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. സുജിത്ത്, ഈ ആദ്യ കരട് പട്ടിക വന്ന സമയത്ത് തന്നെ ഒരുപാട് വിവാദങ്ങൾ ഉയർന്നിരുന്നു ആ പട്ടികയെ ചൊല്ലി. അതിൽ ഇപ്പോൾ 2ാം ഘട്ട പട്ടിക എന്ന് പറയുമ്പോൾ അതിൽ ആദ്യത്തെ പട്ടികയിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് നേരത്തെ മന്ത്രിയൊക്കെ അറിയിച്ചതാണ്. അന്ന് പല കുടുംബങ്ങളുടെയും പേരുവിവരങ്ങൾ നൽകിയതിൽ, അവരുടെ വിശദാംശങ്ങൾ നൽകിയതിലൊക്കെ ക്രമക്കേടുകളുണ്ട്, പൊരുത്തക്കേടുകളുണ്ടെന്നൊക്കെയുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാം ഈ ആക്ഷേപങ്ങൾ ഉയർന്ന ആളുകളെ മാറ്റിയിട്ടാണ് ഇപ്പോൾ 2ാം പട്ടിക വന്നിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഇപ്പോൾ വീണ്ടും പറയുന്നു ഇനിയും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാനുള്ള അവസരമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഒരു അന്തിമ പട്ടികയിലേക്ക് ഇനിയിപ്പോൾ എന്താണ് അടുത്ത നടപടികൾ? ആദ്യഘട്ട പട്ടിക നേരത്തെ പ്രജിൻ ആദ്യഘട്ട പട്ടിക പുറത്ത് ആദ്യം വിട്ടിരുന്നു. അതിൽ ഡ്യൂപ്ലിക്കേഷൻ ധാരാളം ഉണ്ടായിരുന്നു. അതായത് ഒരു കുടുംബത്തിൻ്റെ പേര് 3 തവണയൊക്കെ വന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്ന് വീണ്ടും സൂക്ഷ്മ പരിശോധന നടത്തി. ആ പരിശോധന നടത്തിയ ശേഷം ആ പട്ടിക പുറത്തു വിട്ടിരുന്നു. അതായത് ആദ്യഘട്ട പട്ടിക വീണ്ടും കുറ്റമറ്റതാക്കിയ രീതിയിൽ തന്നെ വീണ്ടും പുറത്തു വിട്ടിരുന്നു. അതിനു മുകളിൽ കാര്യമായ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടില്ല. അത് അന്തിമ പട്ടികയാണ്. ആ നടപടി പൂർത്തിയായിട്ടുണ്ട്. ഇത് നോ ഗോ സോൺ മേഖലയെ അടയാളപ്പെടുത്തിയ പട്ടികയാണ്. അതായത് ജോൺ മത്തായി കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ഈ ദുരന്തബാധിത പ്രദേശത്ത് നിന്ന് കടക്കാൻ കഴിയാത്ത, ആ മേഖലയിലേക്ക് കടക്കാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ ഉൾപ്പെട്ട, എന്നാൽ വീടുകൾക്ക് കാര്യമായ നാശങ്ങളില്ലാത്ത, അവിടേക്ക് എൻട്രി ഇല്ലാത്ത പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശത്തെ ആളുകളെ ഉൾപ്പെടുത്തിയുള്ള പട്ടികയാണ് ഈ പട്ടിക. അത് ഫേസ് എ പട്ടികയാണ്. അതായത് ഇതിനെ പറയുന്നത് അങ്ങനെ തന്നെയാണ്, ഫേസ് എ പട്ടിക. ഇനി ഒരു ഫേസ് ബി പട്ടിക കൂടി പുറത്തു വരാനുണ്ട്. അത് ആ മേഖലയിലേക്ക്, പല മേഖലയിലേക്ക് വഴികൾ അടഞ്ഞ പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിൽ വീടുകൾ സുരക്ഷിതമാണ്, പക്ഷേ അവിടേക്ക് വഴികളില്ല. ആ വഴികളില്ലാത്ത പ്രദേശത്തെ ആളുകൾ ഉൾപ്പെടുത്തിയ പട്ടികയാണ് ഇനി വരാനുള്ളത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഇന്ന് സമരം നടക്കുകയാണ്. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ദുരന്തബാധിത പ്രദേശങ്ങളിൽ കുടിൽ കെട്ടി സമരം നടത്താനുള്ള നീക്കമാണ് നടത്തുന്നത്. ആ സമരം നടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു ഈ പട്ടിക, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ പട്ടിക പുറത്തുവിടണമെന്നുള്ളതായിരുന്നു. അത് പുറത്തു വന്നിരിക്കുന്നു. ആ പുറത്തു വന്ന പട്ടികയിൽ 81 കുടുംബങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. ഇന്ന് ജനശബ്ദത്തിന്റെ സമരമെങ്കിൽ നാളെ കളക്ടറേറ്റ് പഠിക്കൽ ജനകീയ സമിതിയുടെ സമരമാണ്. അതിൽ ഇപ്പോഴാണ് ഒരു ക്ലാരിറ്റി വന്നത്. അത് നോ ഗോ സോൺ മേഖലയിലുള്ള അല്ലെ ഇവരുടെ പട്ടികയാണ്. ആൾക്കാരുടെ ആരൊക്കെയാണ് പ്രതിവസിപ്പിക്കേണ്ടതെന്ന് സംബന്ധിച്ച പട്ടികയാണ്. അപ്പൊ ആദ്യം വന്നത് നോർമലി ഉള്ള പട്ടികയാണ്. അതിൽ അന്തിമ പട്ടിക വരികയും ചെയ്തതാണ്. പക്ഷേ ഇതിപ്പോൾ നോ ഗോ സോൺ മേഖലയിൽ എത്ര കുടുംബങ്ങളുണ്ട് അത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് കരടായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതിലും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ ഉന്നയിക്കാം. ജോൺ മത്തായിയും സംഘവും ആ ഒരു വിദഗ്ധ സംഘത്തിന്റെ പഠനം അനുസരിച്ചാണ് ഒരു മേഖലയെ അങ്ങനെ തിരിക്കുകയും ഈ പറയുന്നത് പോലെയുള്ള ഒരു പ്രത്യേക പട്ടിക തയ്യാറാക്കലിലേക്ക് പോകുന്നത്. യെസ്, അപ്പൊ അതിലും സ്വാഭാവികമായിട്ടും ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. അത് കുറച്ച് കൂടുതൽ രീതിയിൽ ഒരു വലിയ സ്വരത്തിൽ അത് ഉയർത്താൻ തന്നെയാണ് അവിടുത്തെ പ്രദേശവാസികളുടെ ഉദ്ദേശമെന്നും ഇപ്പോൾ സുജിത് അയ്യപ്പത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വാർത്ത എന്ന് പറയുന്നത് വെറുതെ അങ്ങ് വായിച്ചു പോകാനുള്ളതല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. അപ്പോൾ നമ്മളുടെ മുന്നിൽ കൂടെ നിരവധി വാർത്തകൾ വരുന്നുണ്ട്. അതിൽ എത്രയൊക്കെ കാര്യങ്ങളിൽ നല്ല പോസിറ്റീവായി ഇടപെടൽ നടത്താനാവുമോ അതിലൊക്കെ നമ്മൾ അത് ഇടപെടൽ നടത്തുന്നുമുണ്ട്. 24 അതിന്റെ തുടക്കം തൊട്ട് അത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സാമൂഹിക പ്രതിബദ്ധത എന്നത് ഒരു മാധ്യമത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന ഒരു തിരിച്ചറിവിലാണ് നമ്മളത് മുന്നോട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ ആ വാർത്ത ഇങ്ങനെയാണ്. കൊല്ലം കൊട്ടിയത്ത് വാടക കൊടുക്കാത്തതിന് കുട്ടികളെ വീട്ടിനുള്ളിൽ പൂട്ടിയിട്ട് വീട്ടുടമ വീട്ടിലേക്കുള്ള വൈദ്യുതിയും ഇന്നലെ വിച്ഛേദിച്ചിരുന്നു. അപ്പോൾ ഈ കുട്ടികൾ 2 പേരും വീടിനുള്ളിലായിപ്പോയി. 5ഉം 18ഉം വയസ്സുള്ള കുട്ടികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മാതാവ് പോലും വീട്ടിലില്ലാത്ത സമയത്ത് 4 മാസത്തെ വാടക കുടിശ്ശികയുടെ പേരിൽ കുട്ടികളെ വീട്ടിൽ പൂട്ടിയിട്ട ആ സംഭവത്തിൽ വാടക ആര് കൊടുക്കുമെന്ന് പറഞ്ഞു?
24 കൊടുക്കും എന്ന് 24ന്റെ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ അറിയിച്ചു. അപ്പോൾ ഈ 4 മാസത്തെ വാടക കുടിശ്ശിക ഇമ്മീഡിയറ്റ് ആയിട്ട് 24 കണക്റ്റിന്റെ ഭാഗത്ത് നിന്ന് വീട്ടുടമയ്ക്ക് നൽകും. പക്ഷേ എന്നാലും വീട്ടുടമ ചെയ്തത് ഒട്ടും ശരിയായില്ല. റിപ്പോർട്ട്. ഞങ്ങൾ 4 മാസത്തെ വാടക കൊടുക്കാനുണ്ട്. അഡ്വാൻസ് എല്ലാം തീർന്നായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഗേറ്റ് പൂട്ടി. 3 ദിവസം മുന്നേ വന്ന് ഒരു ഗേറ്റ് പൂട്ടിയായിരുന്നു. ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. പിന്നെ ഇന്ന് ആയപ്പോഴത്തേക്ക് വൈകിട്ട് വന്ന് ഗേറ്റും പൂട്ടി. വെളിയിലത്തെ ഞങ്ങൾ വെള്ളം എടുക്കാതിരിക്കാൻ വേണ്ടി വെള്ളവും കളഞ്ഞ് പിന്നെ കറണ്ടും ഓഫ് ചെയ്തിട്ട് പോയി. ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് 4 മാസത്തെ വാടക കുടിശ്ശിക നൽകാനുണ്ടെന്നാരോപിച്ച് വീട്ടുടമ 5 വയസ്സും 17 വയസ്സുമുള്ള കുഞ്ഞുങ്ങളെ വീടിനുള്ളിൽ പൂട്ടിയിട്ടത്. വീട്ടിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ച ശേഷം വെള്ളം തുറന്നുവിടുകയും ചെയ്തു. കുട്ടികളുടെ മാതാവ് വീട്ടിലില്ലാത്ത സമയത്താണ് സംഭവം. രോഗിയായ മാതാവ് വാടക കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു. സഹായം തേടി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലിയെ കാണാനായി മാതാവ് തൃശൂരിലേക്ക് പോയ സമയത്താണ് വീട്ടുടമയുടെ ക്രൂരത. കുട്ടികളുടെ ദുരിതം 24 പുറംലോകത്തെത്തിച്ചു. പിന്നാലെ വാടക കുടിശ്ശിക 24 അടയ്ക്കുമെന്ന് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുടെ പ്രഖ്യാപനം. ഒരു കാര്യം ചെയ്യുക, ഇപ്പൊ എത്ര മാസത്തെ വാടക കൊടുക്കാനുള്ളത്? ഇപ്പൊ 4 മാസത്തെ കൊടുക്കാനുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ വീട് എവിടെയാ? വീട്ടുടമസ്ഥന്റെ വീട് അടുത്ത് തന്നെയാണോ? കൊട്ടിയത്താ. കൊട്ടിയത്തെ വീട്ടുടമസ്ഥന്റെ 4 മാസത്തെ വാടക നമ്മുടെ ഓഫീസിൽ നിന്ന് അടയ്ക്കുമെന്ന് പറഞ്ഞേക്കൂ കേട്ടോ. നിങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുക. ബാക്കി കാര്യം നമുക്ക് പിന്നീട് നോക്കാം. 24 നന്ദി പറഞ്ഞ് മാതാവും കുട്ടികളും. കുട്ടികളെ പൂട്ടിയിട്ട സംഭവത്തിൽ കൊട്ടിയം പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കും. ആർ അരുൺരാജ്, 24 കൊല്ലം. യെസ്, അപ്പോൾ അതാണ് ഇന്നലെ സംഭവിച്ചത്. ആ വാർത്തയുടെ ഒരു അപ്ഡേഷനാണ് പ്രേക്ഷകരിലേക്ക് നൽകിയത്. അപ്പോൾ എന്തായാലും ആ കുടിശ്ശിക നൽകുമെന്ന് ആ സ്പോട്ടിൽ തന്നെ ആർ ശ്രീകണ്ഠൻ നായർ പറയുകയായിരുന്നു. ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത് നമുക്ക് നോക്കാം, വഴികാതെ നോക്കാം. എന്തായാലും ഇത് അവരറിയിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ ആ വാർത്തയിൽ നമ്മളൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും അതിൽ തുടർ നടപടി ഉണ്ടാകും. പോലീസ് സംഭവങ്ങൾ വിശദമായി അന്വേഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതെ, നമ്മൾ വേഗം ഒന്ന് കമന്റ് ബോക്സിലേക്ക് വന്നാൽ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹാജരായിട്ടുണ്ട്. നേരത്തെ തന്നെ സാബു വർഗീസ്, ഇന്ത്യൻ അരുൺ, ജനാർദ്ദനൻ നായർ നല്ലൊരു സുപ്രഭാതം കൂടെ കാണാൻ അവസരം തന്ന ഈശ്വരനോട് നന്ദി എന്ന് പറയുന്നു. വർദ്ധിത വീര്യം ഉൾക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രയാണം തുടരുന്നു എന്ന് പറയുന്നു. നല്ല കാര്യം. ദേവൂട്ടി വിജയ് ശുഭദിനം ആശംസിച്ചിട്ടുണ്ട്. സുനേഷ് വലിയട്ടിൽ, കുട്ടൻ TS, അബ്ദുൽ കരീം, രമേശ്, അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ. ഷാനിബ് എന്ന് വന്നിട്ടുണ്ട്. ക്രിസ്റ്റീന ചെറിയാൻ ഗുഡ് മോർണിംഗ് പ്രത്യേകം പറയുന്നുണ്ട്. ഷാനിബ് തിരൂരിൽ നിന്നും 17 കിലോയാണ് ഷാനിബ് കുറച്ചിരിക്കുന്നത്. ജയൻ നായരുണ്ട്, അനൂപ് ഉണ്ട്, രജിത്ത് KS ഉണ്ട്. അങ്ങനെ എല്ലാ പ്രേക്ഷകരും അവരുടെ എന്താണ് പറയുക വിഷസ്, മോർണിംഗ് വിഷസ്. നമ്മുടെ ആ തലക്കെട്ടിലൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ, നമ്മൾ പറയുന്നത് പോലെ റെയിൽവേയുടെ പോസ്റ്റ് കൊണ്ട് റെയിൽവേയിൽ ഇട്ട കാര്യം. അപ്പം മദ്യലഹരിയിൽ ചെയ്തത്, മദ്യപിച്ചിട്ട് കയറി ചെല്ലാൻ റെയിൽവേ എന്താ കുടുംബസ്വത്താണോ എന്ന് ചോദിക്കുന്ന ഒരാളുമുണ്ട്. സത്യമല്ലേ? അതായത് നമ്മുടെ ജയൻ നായർ ചേട്ടനാണ് ചോദിച്ചിരിക്കുന്നത്, മദ്യപിച്ചാൽ ചെന്ന് കയറാൻ റെയിൽവേ എന്താ കുടുംബസ്വത്താണോ എന്ന്. അപ്പോൾ വെൽക്കം ബാക്ക്. മോർണിംഗ് വാക്ക് തുടരുകയാണ്. ഇന്ദ്രാഞ്ചിറയിലാണ് നമ്മൾ ഉള്ളത്. നേരത്തെ പറഞ്ഞു കോലഞ്ചേരിക്കടുത്ത്, കോലഞ്ചേരി ടൗണിൽ നിന്നും ഒരു 2.5 കിലോമീറ്റർ മാറിയാണ് ഈ ഇന്ദ്രാഞ്ചിറ എന്നുള്ളത് ഈ പറയുന്ന സ്ഥലം. ഇത് എനിക്ക് ഈ മൂന്നാറിലേക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഒരു ഇടത്താവളം എന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇത്. ഈ ചിറ ഇപ്പൊ ഫുള്ള് ഈ പറയുന്നത് പോലെ കംപ്ലീറ്റ് ആയിട്ട് ഈ പോള അടിഞ്ഞിട്ട് അല്ലെ, മൊത്തം പായലാണ്. അത്തരം പ്രശ്നങ്ങളുണ്ട്. ഒരു സ്വാഭാവികമായ ഒരു രീതിയിലല്ല ഇപ്പൊ ചിറയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു ആളനക്കൊന്നും ഇല്ലാത്ത രീതി തോന്നുന്നു അല്ലെ. ബ്രൂക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അരുവി, ചിറ എന്നൊക്കെ പറയാം. നമ്മള് നാട്ടുഭാഷയിൽ ചിറ എന്ന് പറയാം. പക്ഷെ അതിമനോഹരമായ സ്ഥലമാണ്. നമ്മുടെ കിളികളുടെ കളകളാരം കേൾക്കുന്നില്ലേ? അതുണ്ട്. അതല്ലാതെ ഒരു സൈലൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലത്തെ ഒരു സ്ഥലമാണ്. പക്ഷെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വരുന്ന ഒരു ഇടമാണ്. ഒരു പാർക്കുണ്ട്, ഇപ്പൊ ഒരു കിഡ്സ് പാർക്കുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു മേഖലയാണിത്. എന്തായാലും ഇന്ദ്രാഞ്ചിറയിൽ നിന്നാണ് നമ്മുടെ റീന മുഹമ്മദ് ആണോ സീന മുഹമ്മദ് ആണോ റീന സതീശനാണോ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല. എറണാകുളം ജില്ലയിൽ വിനോദസഞ്ചാരത്തിനായിട്ട് വരുന്ന വ്യക്തികൾക്ക് എവിടേക്ക് പോകണം എന്നുള്ളതിനൊരു ദിശാബോധം നൽകുന്ന ഒരു പരിപാടി കൂടിയാണ് മോർണിംഗ് വാക്ക് എന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ പോകുന്നതും അത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതും അതിനുവേണ്ടി കൂടിയാണ്. താങ്ക് യു. അടുത്ത വാർത്തയിലേക്ക് പോവാം. തിരുവനന്തപുരം നഗരൂരിൽ മിസോറാം സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കുത്തേറ്റു മരിച്ചു എന്നൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. രാജധാനി കോളേജിലെ മിസോറാം സ്വദേശി T. ലസങ്സ്വാലയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സുഹൃത്തായ മിസോറാം സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് AV ജയശങ്കർ തന്നെയാണ്. ജയശങ്കർ, വെരി ഗുഡ് മോർണിംഗ്. പക്ഷേ വാർത്ത അത്ര ശുഭകരമല്ല. എന്താണ് ഇവിടെ സംഭവിച്ചത്? മിസോറാം സ്വദേശിയായ യുവാവ് തന്നെ മറ്റൊരാളിനെ കൊല്ലുന്നു. എന്താണ് കാരണം?
ഗുഡ് മോർണിംഗ് പ്രജീൻ ആൻഡ് ക്രിസ്റ്റീന. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. വിദ്യാർത്ഥികൾ, ഈ രണ്ട് വിദ്യാർത്ഥികൾ സുഹൃത്തുക്കളായിരുന്നു. ഇവർ കോളേജിന് പുറത്ത് ഒരു സ്ഥലത്തായിരുന്നു താമസിച്ചു കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ മദ്യലഹരിയിൽ പരസ്പരം സംഘർഷത്തിൽ ഏർപ്പെടുകയും കൊലപ്പെടുത്തൽ ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് നാലാം വർഷ കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിയും മിസോറാം സ്വദേശിയുമായ വാലന്റീൻ VL ആണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംഭവത്തിൽ സുഹൃത്തായ ലാംസങ് സ്വാലയെ പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ സുഹൃത്തുക്കൾ തമ്മിൽ മദ്യലഹരിയിലുണ്ടായ സംഘർഷമാണ് ഇത്തരത്തിൽ കത്തിക്കുത്തിലേക്ക് നയിച്ചത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം നടന്നത്. നാഗൂർ നെടുമ്പറമ്പ് ജംഗ്ഷനിൽ വെച്ചായിരുന്നു സംഭവം ഉണ്ടായത്. എന്തായാലും ഈ കുത്തേറ്റ ഉടൻ തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. എന്തായാലും നാഗൂർ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും മദ്യലഹരിയിലായിരുന്നു ആപത്ത്. നമ്മുടെ ഈ രാജ്യത്ത് ഇല്ലെങ്കിൽ സംസ്ഥാനത്ത് മദ്യത്തിനെതിരെ വലിയ തോതിൽ ഇത്ര സർക്കാർ ലഹരിക്കെതിരെ എല്ലാം ക്യാമ്പയിൻ നടത്തുമ്പോഴാണ് വിദ്യാർത്ഥികൾ തമ്മിൽ മദ്യലഹരിയിൽ ഇത്തരത്തിൽ ആക്രമണം നടത്തി ഒരു ജീവൻ തന്നെ നഷ്ടപ്പെടാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ മേൽ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവിശ്വസനീയം പറയാം, കാരണം കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നവരാണ്. അവരാണ് ഈ മദ്യപിച്ച് വാക്കേറ്റം ഉണ്ടാകുന്നു, വാക്കുതർക്കത്തിലുണ്ടാകുന്നു, പിന്നീട് അടിപിടിയാവുന്നു, ഒരാളെ കുത്തുന്നു, കൊല്ലുന്നു. മദ്യം വിഷമാണെന്ന് പറയുന്നത് എത്രത്തോളം സത്യമാണ്. മദ്യമെന്നല്ല, ഒരു തരത്തിലുള്ള ലഹരിയും ഉപയോഗിക്കാൻ പാടില്ല എന്നത് പലതവണ നമ്മളെ പഠിപ്പിക്കുന്ന ഓരോ വാർത്തകളും. ഈ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതാണല്ലോ, ഇത് ജനറൽ ആണല്ലോ എന്ന് ചിന്തിക്കാതെ ഇത് സംഭവിക്കാൻ പാടില്ല, ഞാനായി ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഓരോരുത്തരും ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഓരോ ദിവസവും ഈ ലഹരി ഉപയോഗം കൊണ്ട് ഉള്ള പ്രശ്നങ്ങൾ എത്രത്തോളമാണ് ഉണ്ടാകുന്നത്. അടുത്ത വാർത്തയിലേക്ക് പോവാം. തെലങ്കാനയിലെ നാഗർകുർണൂരിൽ ഒരു ടണൽ അപകടം ഉണ്ടായ കാര്യം പ്രേക്ഷകർക്കെല്ലാം അറിയാം. അപ്പോൾ അതിന് രക്ഷാപ്രവർത്തനം ഇപ്പോൾ സൈന്യം ഏറ്റെടുത്തിരിക്കുന്നു എന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ ദിവസം അരുൺ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പറഞ്ഞത് ഈ ടണലിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇവർ കുടുങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ്? സൈന്യം എന്ന് പറയുമ്പോൾ അവർ പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിൽ എന്ത് ശുഭാപ്തി വിശ്വാസമാണ് നമുക്ക് ഇന്ന് പ്രകടിപ്പിക്കാനുള്ളത്? ക്രിസ്റ്റീന, നിലവിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്നതാണ് തെലങ്കാന സർക്കാർ പറയുന്നത്. ഇന്നലെ വരെ STRFന്റെയും NDRFന്റെയും സംഘങ്ങളായിരുന്നു ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നത്. അതായത് ഈ 14 കിലോമീറ്റർ ഉള്ളിൽ 3 മീറ്റർ ഭാഗമാണ്, അതിന്റെ റൂഫിംഗ് ഭാഗമാണ് ഇടിഞ്ഞു വീണത്. അത് കല്ലും മണ്ണുകളെല്ലാം ഒന്നടങ്കം ഈ ബോറിംഗ് മെഷീനിലേക്കും അതോടൊപ്പം തന്നെ തൊഴിലാളികൾ ഉള്ള ഭാഗത്തേക്കും ഇടിഞ്ഞു വീഴുകയായിരുന്നു എന്നതാണ് പറയുന്നത്. സ്വാഭാവികമായും അത് മൂടി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം നിലവിൽ ദുഷ്കരമാണ് എന്ന് സർക്കാർ പറയുന്നുണ്ട്. സൈന്യത്തിന്റെ സഹായം ഇന്നലെ തന്നെ തേടിയിരുന്നു. സൈന്യത്തിന്റെ പ്രത്യേക സംഘം, എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സിന്റെ പ്രത്യേക സംഘം ഇന്നലെ അർദ്ധരാത്രിയോടെ ഈ ടണലിനകത്തേക്ക് കയറിയിട്ടുണ്ട്. എന്തായാലും സൈന്യത്തിന്റെ ഈ പ്രത്യേക വിഭാഗമാണ് കയറിയിട്ടുള്ളത്. അവരുടെ രക്ഷാപ്രവർത്തനം രാവിലെയോടെ തന്നെ ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും 8 പേരാണ് നിലവിൽ ഈ ടണലിനകത്ത് 8 പേരാണ് കുടുങ്ങിയിട്ടുള്ളത് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ്. രാവിലെ കൂടുതൽ സജീവമായ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം, ആ വാർത്തയിലേക്ക് പോയാൽ 14ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അതായത് 2ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. അവകാശങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം. എന്തായാലും സമരത്തിന് ഐക്യദാർഢ്യവുമായി കൂടുതൽ പ്രതിപക്ഷ സംഘടനകളിൽ നിന്ന് സമരവേദിയിലേക്ക് എത്തിയേക്കും എന്നൊരു സൂചന കൂടിയുണ്ട്. ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ലാത്തത് അത് ആശങ്കയിലാക്കുന്നുണ്ട് ആശാ വർക്കേഴ്സിനെ. AV ജയശങ്കർ ഒരിക്കൽ കൂടി ചേരുന്നു. അപ്പോൾ ഇന്നലെ ആ സമരവേദിയിലേക്ക് പോയതാണ്, കുറേ സമയം അവരുമായി സംസാരിച്ചതും ഒക്കെയുമാണ്. അപ്പം സമരവീര്യത്തിന് ഒട്ടും കുറവില്ല, പക്ഷേ സർക്കാർ ഒരു കണക്കിന് അനങ്ങുന്നില്ല, അതേസമയം പിന്നോട്ടില്ല എന്ന് സമരക്കാരും പറയുന്നുണ്ട്. എന്താണ് സമരത്തിന്റെ ഇന്നത്തെ ഒരു രീതി? കൂടുതൽ പ്രതിപക്ഷ സംഘടനകൾ രംഗത്ത് വരുന്നത് അവർക്ക് ആശ നൽകുന്നുണ്ടല്ലോ ആശാ വർക്കേഴ്സിന്.
പ്രജിൻ ക്രിസ്റ്റീൻ, എന്തായാലും ആശാവർക്കർമാരുടെ സമരം 14ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴും സർക്കാർ മൗനം തുടരുകയാണ്. ഇതിനിടയ്ക്ക് സർക്കാർ ആശാവർക്കർമാരെ അനുനയിപ്പിക്കാൻ ചില തീരുമാനങ്ങളൊക്കെ പ്രഖ്യാപിച്ചെങ്കിൽ കൂടി അവർ ആ കാര്യങ്ങളിൽ തൃപ്തരല്ല. കാരണം ഈ വിരമിക്കൽ ആനുകൂല്യം ഉൾപ്പെടെ ഇല്ലെങ്കിൽ അവരുടെ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അവർ വീണ്ടും ഉന്നയിക്കുകയാണ്. ഈ വിഷയത്തിൽ തീരുമാനമില്ലാതെ തങ്ങൾ വിട്ടുപോകില്ലെന്നൊരു നിലപാടിലാണ് അവരുള്ളത്. ഒപ്പം തന്നെ ഈ പ്രതിപക്ഷ സംഘടനകൾ വലിയ തോതിൽ പിന്തുണ ഈ സമരത്തിന് നൽകി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ സമരപ്പന്തലിലെത്തി. ഒപ്പം തന്നെ കെ സുധാകരൻ എത്തിയിരുന്നു. ഇവരെല്ലാം തന്നെ ഈ സമരത്തിന് ഒരു പിന്തുണ നൽകുന്നു. ഒപ്പം തന്നെ വേണ്ടി വന്നാൽ കോൺഗ്രസ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഒക്കെ ഈ സമരം ഏറ്റെടുക്കുമെന്ന വലിയ പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട്. എന്തായാലും സർക്കാരിൻ്റെ ഒരു നീക്കം കൂടി ഇക്കാര്യത്തിൽ എന്തായാലും നിർണായകമാണ്. കാരണം ഈ സമരം പ്രതിപക്ഷ സംഘടനകൾ ഏറ്റെടുക്കുന്നു. ഈ ആശാവർക്കർമാർ എന്നത് പ്രാദേശിക തലത്തിൽ വലിയ സ്വാധീനമുള്ളവരാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന ഒരു കാലഘട്ടമാകുമ്പോൾ ഈ സ്വാഭാവികമായിട്ടും സർക്കാരിന് എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാകുമെന്ന വിഷയം എന്തായാലും പാർട്ടി പരിശോധിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാട് ആരോഗ്യമന്ത്രി സ്വീകരിച്ചിട്ടില്ല. ഡൽഹിയിൽ പോയി സമരം കേന്ദ്രത്തിനെതിരെ ചെയ്യണമെന്നാണ് ആരോഗ്യമന്ത്രിയുടെ ഈ വിഷയത്തിൽ ഒരു നിലപാട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മൗനം തുടരുകയാണ്. ആശാവർക്കർമാർ ആശയില്ലാതെ സെക്രട്ടേറിയറ്റ് മുന്നിൽ 14 ദിവസമായി തുടരുകയാണ്. നമ്മൾ നിരന്തരം ഈ വാർത്ത നൽകുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റീന പ്രജിൻ. എസ് ജയശങ്കറാണ് വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേർന്നത്. ഒരു ചെറിയ ഇടവേളയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഉണ്ട്. നമ്മളൊരു ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ഒരു ബോട്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥ ബോട്ടാണോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയാം.